ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ കിടുക്കി എന്നതിനാ പറയും. ലാലേട്ടൻ ഏറ്റവും മാസ് പ്രകടനം തന്നെയാണ് ലാലേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് കഴിഞ്ഞു പോയത്. എന്തായാലും നല്ലൊരു ഡിസർവിങ് ആയ ഒരു പ്ലെയർ ആയിരുന്നു അപ്പാനി ശരത്ത് പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അവിടെ റിസർവ് ആയിട്ടുള്ള ആളെന്ന് വെച്ചാൽ ശൈത്യയാണ്. ശൈത്യയുടെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ശൈത്യക്കില്ല. പിന്നെ അതേപോലെ തന്നെ രേണുസുതി അവിടെ ഉള്ളതും ഇല്ലായിരിക്കുന്നതൊക്കെ ഒരേ കണക്ക് തന്നെ. അവിടെ ഉണ്ടായിട്ടും ബിഗ് ബോസിൻ്റെ പൈസ പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും രേണുസുതിയെ കൊണ്ട് ബിഗ് ബോസിന് കിട്ടാനും പോകുന്നില്ല, ഇനി കിട്ടാൻ ചാൻസും ഇല്ല. എന്ന് വെച്ചാൽ രേണുസുതിയുടെ കളിയും രേണുസുതിയുടെ പ്ലേയും ഒട്ടും ഡിസേർവിങ്ങും അല്ല. അവിടുത്തെ ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല രേണുസുതി. പക്ഷേ ഇന്നലത്തെ അനുമോൾ ലാലേട്ടൻ വറുത്ത് കോരിയെന്ന് പറഞ്ഞാൽ വറുത്ത് കോരിയെന്ന് തന്നെ പറയാം. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്നത് അനുമോൾ ഒരിക്കലും ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് കരച്ചിൽ പൊട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല അനുമോൾക്കും പിടിച്ചു നിർത്താനും അനുമോൾക്കും നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അനുമോൾ. നല്ലൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുമാണ്. നല്ല കണക്ക് വിൽ പവറും സ്ട്രെങ്തും എങ്ങനെ നിൽക്കണം ഒരു സ്ഥലത്തുനിന്ന് അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പ്ലാനും ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണെന്ന് ഇന്നലെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്രയും ലാലേട്ടൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച അനുമോൾ കരയും. പക്ഷേ ആ സെക്കൻഡിലും അത് പറഞ്ഞു തീരുന്നതും അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ കണ്ടു എന്നാണ് ആ മിനിറ്റിലും ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അനുമോൾ പറഞ്ഞത്. അത് മാറ്റി പറയാൻ അനുമോൾക്ക് ഒരു സ്റ്റാൻഡ് അനുമോൾ മാറ്റിയിട്ടേ ഇല്ല. അതിന് ഒരു നല്ലൊരു കയ്യടി അനുമോൾക്ക് കൊടുക്കണം. പക്ഷേ വേറൊരു കേസ് കൂടെയുണ്ട്. ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത കാര്യം അനുമോൾ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ അനുമോൾ പറയുന്നത് കണ്ടു എന്നാണ്. അതവിടെ നമുക്ക് മാറ്റി നിർത്താം. അതെന്തായാലും നമുക്ക് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ അത് മാറ്റി നിർത്താം. എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. നല്ലൊരു അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് നല്ലയുള്ള ബാഡ് വേർഡ്സോ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ അപ്പാനി ശരത്തിന് അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു കണ്ടസ്റ്റൻറ്റുമായിരുന്നു, നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരാളുമായിരുന്നു. ആ ഒരു കണ്ടസ്റ്റൻറ്റ് പോയപ്പോൾ അപ്പാനി ശരത്ത് പോകാൻ കാണിച്ചപ്പോഴും അപ്പാനി ശരത്ത് പോയപ്പോൾ തന്നെ അക്ബറിൻ്റെ ഒരു കരച്ചിലും പിന്നെ അതേ കണക്കുള്ള ആ ടീംമേറ്റ്സിൻ്റെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഉള്ളിൽ തന്നെ ഒരു വിഷമം വരും. പോവണ്ടായിരുന്നു അപ്പാനി ശരത്തെന്നൊന്നും. പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കത്തില്ല, ഒരു ഗെയിമാണത്. എന്നാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ അപ്പാനി ശരത്തിൻ്റെ ചില കാര്യങ്ങളിൽ എനിക്ക് കൂട്ടു നിൽക്കാൻ സാധിക്കത്തില്ല. അത് ആർക്കും സാധിക്കത്തില്ലെന്നാണ് എൻ്റെ വിചാരം. എന്നാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഒരു തെണ്ടിത്തരം കാണിച്ചത് നമ്മുടെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന മസ്താനിയാണ്. അവിടുത്തെ സിറ്റുവേഷൻ എന്തെന്ന് പോലും നോക്കാതെ അവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് പോലും നോക്കാതെ അവിടെ ഒരു പല രീതിയിൽ അവിടെ അപ്പാനി ശരത്തിൻ്റെ അത് ഓക്കെ പറയാം അതൊക്കെ. പക്ഷേ ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻ്റ് ആയാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്തായാലും നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിക്ക് ആയ മസ്താനിക്ക് ഇന്ന് വയറ് നിറച്ച് കൊടുക്കുമെന്നുള്ള പ്രമോയാണ് ആദ്യം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. മസ്താനിയുടെ സംസാരം, മസ്താനിയുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് സംസാരിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള എല്ലാം ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം കണിശമായ സത്യമായ കാര്യമാണ്. എന്തായാലും നമുക്കിവിടം വരെ പറഞ്ഞ് ഇവിടെ നിർത്താം. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ദിവസം ശൈത്യ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനത് വ്യക്തമായി പറയുന്നില്ല. 3 എവിക്ഷൻ ഉണ്ടായിക്കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും 2 പേര് പോയി കഴിഞ്ഞു. ഇനി ഒരാളാണെന്ന് പറഞ്ഞാൽ ശൈത്യമാണ്. ആ ശൈത്യ പോയാലും അവിടെ ബിഗ് ബോസ് കണ്ടൻറ്റ് പറയാനുള്ള ചാൻസും ഇല്ല. ശൈത്യ ഒരു കണ്ടൻറ്റും കൊടുക്കുന്നില്ല. പക്ഷേ ഈ ആഴ്ചയുടെ അവസാന സമയം വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ശൈത്യ നല്ല രീതിയിലുള്ള ഒരു ഓണായി വരുന്ന ചില എൻജിൻ സ്റ്റാർട്ടായ കണക്ക് ശൈത്യ നല്ലൊരു കണ്ടൻറ്റൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം ഈസ് ഓവർ എന്നേ പറയാനുള്ളൂ. ശൈത്യയുടെ സമയം കഴിഞ്ഞ് ശൈത്യക്ക് ഇനി പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കുക. അപ്പം ബൈ. താങ്ക് യു.